രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകഞ്ജലിം ബാഷ്പവാരി വിരിപൂർണ്ണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. നിമിത്ത പ്രാദുർഭാവം എന്ന സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ സർഗത്തിൽ ആ ആദിത്യ ഹൃദയം കേട്ടിട്ട് രാമൻ യുദ്ധത്തിന് തയ്യാറായതായിട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആ മറ്റുള്ളവയുടെ സൈന്യത്തിനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുന്നതും ഗന്ധർവനഗരം പോലെ വ്യാപൃതമായതും ആശ്ചര്യകരവും കൊടിക്കൂറ ഉയർന്നു പറക്കുന്നതും കുതിരകളെ പൂട്ടിയതും യുദ്ധോപകരണങ്ങൾ കൊണ്ട് സജ്ജമായതുമായ ആ രാവണൻ്റെ രഥം, ആ സാരഥി വളരെ വേഗത്തിൽ കൊണ്ടുവരുന്നത് രാമചന്ദ്രൻ കണ്ടു എന്ന് പറയാണ്. കറുത്ത കുതിരകളെ പൂട്ടിയതാണ് ആ രഥം. ആ രുദ്ര തേജസ് കൊണ്ട് ആകാശത്ത് സൂര്യനെ സമമായി വിളങ്ങുന്ന വിമാനം പോലെ തിളങ്ങുന്നതാണ്. മിന്നൽക്കൊടി പോലെയുള്ള വിലസലാണ് അതിനുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ആ രഥം കണ്ടപ്പോൾ രാമചന്ദ്രൻ ഒരു ചെറുഞാണൊലിയിട്ടുകൊണ്ട് ആ ഇന്ദ്രസാരഥിയായ മാതലിയോട് പറഞ്ഞു, മാതലേ, കോപത്തോട് കൂടി വരുന്ന ഈ ശത്രുവിൻ്റെ രഥം അങ്ങ് കണ്ടില്ലേ? വീണ്ടും അതിവേഗത്തോടെ ഇടം ചുറ്റി പാഞ്ഞു വരുന്ന ഇവൻ പോരിൽ സ്വയം മരണം വരിക്കാൻ ഉറച്ചാണ് വരുന്നത്. ആകയാൽ യാതൊരു പിഴയുമില്ലാതെ ശത്രുവിൻ്റെ രഥത്തിന് നേരെ തന്നെ നീങ്ങുക. അതിനെ തകർക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ദ്രൻ്റെ സാരഥിയായ നിന്നെ ഈ യുദ്ധത്തിൽ എങ്ങനെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. എങ്കിലും ഏകാഗ്ര മനസ്സോടുകൂടി നീ അതിന് തയ്യാറാവണം എന്ന് അറിയിച്ചു. ആ രാമൻ്റെ വാക്കുകൾ കേട്ടിട്ട് സാരഥി ആയ മാതലി വളരെ വേഗത്തിൽ രാവണൻ്റെ തേരിന് നേരെ തൻ്റെ തീരെ തെളിച്ചു എന്ന് പറയാണ്. രാവണൻ തേരിൽ നിൽക്കുന്ന രാമനെ അസ്ത്രങ്ങൾ കൊണ്ട് പീഡിപ്പിച്ചു. തിരിച്ച് രാമനും ഉജ്ജ്വലങ്ങളായ അസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും ഇന്ദ്രൻ്റെ രഥത്തിലുണ്ടായിരുന്ന മഹേന്ദ്രം എന്ന് പറയുന്ന ചാപം ഒക്കെ എടുത്ത് അദ്ദേഹവും യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറയും. ഇങ്ങനെ രാവണൻ്റെ മരണം ആഗ്രഹിക്കുന്ന ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും മഹർഷിമാരും ഒക്കെ ഈ രണ്ടു തിരുകളും തമ്മിലുള്ള യുദ്ധം കാണാനായിട്ട് ആകാശമാർഗത്തിൽ വന്നു ചേർന്നു. അപ്പോൾ രാവണൻ്റെ നാശത്തിനെയും രാമൻ്റെ വിജയത്തെയും സൂചിപ്പിക്കുന്നവയും അത്യന്തം രോമഹർഷണങ്ങളും ദാരുണങ്ങളുമായ പല നിമിത്തങ്ങളും കാണാൻ കഴിഞ്ഞു എന്ന് പറയണം. രാവണൻ്റെ തേരിന് മുകളിൽ മേഘങ്ങളിൽ നിന്ന് ചോര വർഷിച്ചു. വലിയ ചുഴലിക്കാറ്റ് അതിനായിട്ട് വട്ടം കറക്കി. രാവണൻ്റെ തേര് പോയിടത്തൊക്കെ വലിയ വലിയ കഴുകന്മാർ മാനത്ത് ചുറ്റിപ്പറന്നു. ലങ്ക ആ സന്ധ്യയ്ക്ക് ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു എന്ന് പറയണം. പകൽ പോലും ഭൂമി കത്തിക്കാളുന്ന പോലെ തോന്നാൻ തുടങ്ങി. രാവണന് അശുഭം സൂചിപ്പിക്കുന്ന എല്ലാ നിമിത്തങ്ങളും അവിടെ ഉണ്ടായി. ഇതെല്ലാം ആ രാക്ഷസന്മാരെ വിഷമിപ്പിക്കുകയും ചെയ്തു. രാവണൻ ചെന്ന സ്ഥലത്തൊക്കെ ഭൂമി കുലുങ്ങി. യുദ്ധം ചെയ്യുന്ന രാക്ഷസന്മാരുടെ കൈകൾ ആരോ പിടിച്ചു കെട്ടിയ പോലെയായി തീർന്നു എന്ന് പറയണം. പർവ്വതത്തിലെ ധാതുക്കൾ പോലെ സൂര്യരശ്മികൾ രാവണൻ്റെ മുന്നിൽ ചുവപ്പ്, മഞ്ഞ, വെളുപ്പ്, കറുപ്പ് തുടങ്ങിയ വിവിധ നിറങ്ങളോടുകൂടിയവയായി തീർന്നു എന്ന് പറയണം. കഴുകന്മാരും കുറുക്കന്മാരും ഒക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. രാക്ഷസ രാജാവിന് കണ്ണ് കാണാത്ത രീതിയിലായി പൊടിപടലം ഉയർന്നു വന്നതുകൊണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ആ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ രാവണൻ ദുഃഖിതനായി എന്നും രാവണൻ കൊല്ലപ്പെടും എന്നുറപ്പായതുകൊണ്ട് രാമൻ തനിക്ക് അനുകൂലമായ നിമിത്തങ്ങൾ കൊണ്ട് സന്തോഷം പൂണ്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.